ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയത്. അവിടെ അച്ഛൻ എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ എന്താണെന്ന് നമുക്ക് നോക്കാം, പോയിട്ട് ചായ കുടിക്കാം, കൊടുക്കാം. ഇപ്പോൾ ഇന്നത്തെ രാവിലത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഷൂസ് കഴിക്കും. അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ ഗൈസ്. ഇവിടെ ഒരു 8 മണി 8:15 ഉള്ളൂ. അത് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്താ പ്രകൃതിയുമായ മത്സരം. കഴിച്ച അതിന് ചെടിയുണ്ടോ പുതിയ ഷൂസ്? ഇന്നലെ മേടിച്ച ഷൂസ് അതെ, കഴിഞ്ഞ ദിവസം. ഒത്തിരി ആളായോ? ഇല്ലല്ലോ, ഒരു പ്രാവശ്യമല്ലേ ഇട്ടിട്ടുള്ളൂ. വെയിലായി വരുന്നുള്ളൂ. പക്ഷേ ഷൂസിൻ്റെ സ്ഥലം കണ്ടു വെച്ച്, അതിൻ്റെ അകത്ത് വെള്ളമെല്ലാം ഇറങ്ങാൻ വേണ്ടി വെച്ചേക്കുന്നു. ഞങ്ങളുടെ മാവൊക്കെ കണ്ടോ ഗൈസ്? മാവ് പൊത്ത് അടുത്ത ചെരുപ്പ് കഴുകാണ്, കൊച്ചിൻ്റെ ചെരുപ്പ് കഴുകാനാണ്. ഷൂസ് വെയിലായി തുടങ്ങിയതേ ഉള്ളൂ ഗൈസ്. അപ്പോൾ പിന്നെ ഷൂസ് ഉണങ്ങാൻ വേണ്ടി ചെറിയൊരു വെയിലത്ത് വെച്ചേക്കുന്നു. ചെറിയ വെയിലത്ത് ഷൂസ്. നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കപ്പയും മീനുമാണ് നമ്മൾ ഉണ്ടാക്കിയത്. അത് കഴിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടേക്കുവാണ്. അതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും കപ്പയും മീനും. അത് തന്നെ, ഇത് കഴിച്ചിട്ട് വേണം ഇനി അടുത്ത പരിപാടിയിലോട്ട് പോകാൻ. നമുക്ക് വെളിയിലൊക്കെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കഴിച്ചിട്ടൊക്കെ പോകാനിരിക്കുവാണ്. ക്യാമറ ഞങ്ങൾ മുങ്ങാൻ പാടില്ല. മുടി വെട്ടിയതാ നിറച്ച് പൂക്കളുള്ള ചെടിയാണ്. ഇതുണ്ടോ ഗൈസ്? പൂക്കൾ, നല്ല പൂക്കളുള്ള ചെടിക്ക് ഫുൾ. ഇത് വന്നിട്ട് എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ചെങ്ങന്നൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ നിറച്ച് പൂക്കളുള്ള ചെടിയാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചെടി നല്ല എപ്പോഴും ഈ സമയത്ത് പൂക്കുമ്പോൾ എല്ലാം നിറച്ച് പൂക്കളായിരിക്കും, നല്ല മനോഹരമായി കാണാൻ നിൽക്കുന്നത് ആ പൂക്കളൊക്കെ. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ നമുക്ക് വെളിയിലോട്ടൊന്ന് പോയിട്ട് വരാം. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്തോട്ടങ്ങനെ ഇറങ്ങിയതാണ്. ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി. ഇവർ രണ്ടുപേരും രണ്ട് ബോയ്സ് ഉണ്ട് ഞങ്ങൾക്ക്. ബോയ്സിൻ്റെ മുടി വെട്ടാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കടയിൽ ഭയങ്കര തിരക്ക്. അപ്പോൾ ഞങ്ങൾ ടൗൺ വരെ പോയിട്ട് പിന്നെ തിരിച്ച് പോവുകയാണ് മുടി വെട്ടിക്കാൻ.
ബസ്സുണ്ട്. ഞങ്ങളുടെ നാട്ടിലൂടെ ഓടുന്ന ബസ്സാണ് 4 മണിക്കാറ്റ്. അല്ല, നമ്മുടെ നാട്ടിലോടുന്ന ബസ്സാണ് ഇത്. നമ്മുടെ പുല്ലാടൻ നമ്മുടെ നാട്ടിലോടുന്ന ബസ്സാണ് ആ പോകുന്നത്. പച്ച കളർ പെയിന്റ് അടിച്ച്. ഇവിടെ എല്ലാം പച്ച കളർ പെയിന്റ് അടിച്ച ബസ്സുകളാണ് ഉള്ളത്. എല്ലാം പച്ച കളറാ. എറണാകുളത്തെ നീല കളറല്ലേ? ടൗൺ ടു ടൗൺ ഓടുന്ന ബസ്സുകളൊക്കെ. ഇവിടെ 4 മണിക്കാറ്റാകാറായി. ഇത് കണ്ടോ, വയലൊക്കെ കണ്ടോ ഞങ്ങളുടെ നാട്ടിലെ വയല്. ഇവിടെ ഒരാൾ കഴിഞ്ഞ പ്രാവശ്യം മരിച്ചു പോയത് വെച്ച്. ഗൈസ്, പെട്രോൾ പമ്പ് ഇതാണ് ഗൈസ്. ഞങ്ങള് മുടി വെട്ടാൻ പോകുന്ന കട. ഞങ്ങളല്ല, ഈ ഇവന്മാർ രണ്ടുപേരും കൂടെ മുടി വെട്ടാൻ പോകുന്ന കട. ഇവിടെ അല്ലേ? ഇവിടെയാണോ? ആ സോറി, ഇവിടെയാണേ. കടയുടെ ഫ്രണ്ട് കാണിച്ചോളാ. ഇവിടെ കട്ടൊക്കെ ചെയ്ത് ദൈവമേ, എന്താ വെട്ട ഞാൻ വീഡിയോയിൽ കാണിച്ചാൽ എന്താ വെട്ട വെട്ടിയത്? എന്താ ദേവിക്കട്ടാണോ വെട്ടിയത്? പിന്നെന്താ വെറുതെ എന്താ കെട്ടി? നമ്മള് സ്വന്തം ഇഷ്ടമൊന്നല്ലേ, നമ്മൾ സ്വന്തം ഇഷ്ടമൊന്നല്ല നോക്കുന്നത്. അവര് വെട്ടിത്തരുന്നത് നമ്മള് വെട്ടിക്കൊണ്ടിക്ക് പോരുന്നത്. ഇത്രയല്ലേ ഉള്ളു. എന്താ കട്ടിന്റെ പേര് പോലും അറിയാതെ പോകുന്നത്. ഞങ്ങള് എത്താൻ പോവാണ് ഗൈസ്. ഞങ്ങള് തലമുടിയെല്ലാം വെട്ടിക്കഴിഞ്ഞ് വീട്ടിൽ പോയി കുളിയൊക്കെ പാസ്സാക്കിയിട്ട് ചോറൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇനി വേറെ ഒരു സ്ഥലം വരെ പോകണം. ഹലോ ഗൈസ്, തൂത്തുട്ടി കവല. ഞങ്ങൾ തൂത്തുട്ടി കവല കണ്ടോ ഗൈസ്? കവല എന്നൊക്കെ ഇവിടെ പറയുന്നത് കോട്ടയം ജില്ലയില്. ഞങ്ങള് ഏത് എങ്ങനെയാടാ റൊണാൾഡോയുടെ ഷേപ്പില് 2019 വേൾഡ് കപ്പിന്റെയോ എന്നാ പറയാ, എനിക്കറിയാവോ? പറ. ചാമ്പ്യൻസ് ലീഗിലെ റൊണാൾഡോ വെട്ടിയ പോലാണ് എനിക്ക് ഈ പ്രാവശ്യം വെട്ടിയേക്കുന്നത് തലമുടി. പിന്നെ ഇച്ചായൻ തലമുടി വെട്ടിയേക്കുന്നത് കാണിച്ചോണ്ട്. എങ്ങനെയാ തലമുടി വെട്ടിയേക്കുന്നത്? ചുമ്മാ വെട്ടിയോ? എന്താ രണ്ട് സ്റ്റൈലാഷായിട്ട് കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വന്നേ. എന്റെ കർത്താവ്, ഇത് കണ്ടോ ഗൈസ്? എന്നെ എല്ലാരും കൂടെ കൊല്ലുന്നു. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി ഡെക്കാത്തലോണിൽ വന്നതാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഡെക്കാത്തലോൺ. കുറച്ച് ദൂരം പോയാൽ മതി. ഇവിടെ കൊച്ചിലൊരു ബോൾ മേടിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. വേറെ 2 പൈസ കിട്ടാണല്ലോ. എടുക്കുന്നുണ്ട്.
ഈ റെഡ് എടുക്ക് റെഡ്. അപ്പോൾ ഞങ്ങൾ ബോളൊക്കെ സെലക്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങി കാണാൻ പോവാനേ. നമ്മളിങ്ങനെ വന്നതല്ലേ, എന്തായാലും എല്ലാം കണ്ടൊക്കെ പോകാൻ വിചാരിച്ചിങ്ങനെ നടക്കുവാണ് ഇതിനെ കൂടെ. നിനക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയാടാ? അതെ പിടിക്കാതെ ബോൾ പിടിക്കാൻ വന്നതാണ്. ഓടിക്കണ്ട. ആ ഓടിക്കാനത് അവിടെ ഇരിക്കുന്ന ഫ്രീ ആയിട്ടുള്ള അതിന് ആരാ പോകുന്നതിന്? പോകുന്നുണ്ടെങ്കിൽ എടുത്തപ്പോൾ അതെടുത്ത് കയ്യിൽ വെച്ചു. നിനക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ആവശ്യമായിട്ട് തോന്നുന്നില്ല. അയ്യോ അത് വലിയ കുഴപ്പമില്ല. വിശക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് കയറിയിട്ടില്ല പോയ. ചാമി പോയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി നാരങ്ങളൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസുകളൊക്കെ അറിയിക്കണം ഗൈസ്. ഇത്രയുള്ള വീഡിയോ. ടേക്ക് കെയർ. ബൈ ബൈ.